വഴിയിൽ കുതിർന്നൊരു ജീവിതം. ഇതുപോലെ ഓരോ മിണ്ടാപ്രാണികളും ഇതുപോലെ എത്ര വേദനകളും സഹനങ്ങളുമാണ് സഹിച്ചിട്ട് ഇവരുടെ ജീവിതം തള്ളി നീക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ കാണുന്നത് ചില കുഞ്ഞുങ്ങളെ മാത്രമാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ കാണാതെ എത്രയോ കുഞ്ഞുങ്ങൾ ഇതുപോലെ ദുരന്തങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും അല്ലേ. ഇവർക്ക് നമ്മളെപ്പോലെ ഓരോ ആൾക്കാരുടെ വീട്ടിൽ പോയി കിടക്കാനും അതുപോലെ തന്നെ അവരെ കതകിന് മുട്ടിയിട്ട് നമ്മളിവിടെ കിടന്നോട്ടേയും ചോദിക്കാനുള്ള സംസാരശേഷി ദൈവം കൊടുത്തിട്ടില്ല. അത് തന്നെയാണ് മനുഷ്യൻ മുതലെടുക്കുന്നത്. കണ്ടോ ഈ കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ടോ. ആ പുതുതായിട്ട് പണിയുന്ന വീട്ടിലാണ് ഈ കുഞ്ഞ് കിടന്നുകൊണ്ടിരുന്നത്. അവിടെ ആൾക്കാർ വീട് പണിയുന്നത് കാരണം ഇവിടെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടേക്കുന്നത്. ആ സൈഡിലെങ്കിലും കിടത്തിയാൽ മതിയായിരുന്നു. കാര്യം നല്ല മഴയും കാര്യങ്ങളും ആയിരുന്നു. പക്ഷെ അവരവിടെ നിന്ന് ഓടിച്ചു വിട്ടേക്കുന്നത്. അവൾ ഒന്നും ചെയ്യല്ലോ. അവിടെ ഒരു പാവം കുഞ്ഞാണ്. അപ്പോൾ അവളുടെ 7 മക്കളും നഷ്ടപ്പെട്ടു. അവൾ ഒറ്റയ്ക്കാണ് ഇപ്പോൾ. അവൾ ആരും കൂട്ടത്തുമില്ല കേട്ടോ. ഇപ്പം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഈ അവസ്ഥ കാണുന്നത്. എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അവളെക്കാട്ടിൽ ദയനീയമാണ്. നമുക്ക് വീടുമില്ല ഷെൽട്ടറും ഇല്ലാത്തൊരവസ്ഥയിലാണ് നമ്മൾ നടക്കുന്നത്. ഇവളെ കാണുമ്പോഴേക്ക് ശരിക്കും എനിക്ക് വളരെ വളരെ സങ്കടമാണ്.